ഹലോ മക്കളെ, നമ്മൾ ഇന്ന് എടുക്കുന്നത് 3-ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലുള്ള ഒന്നാമത്തെ പാഠമായ കനകച്ചിലങ്കയിലെ ഒരു ഭാഗമാണ് കേട്ടോ. ഭാഗത്തിൻ്റെ പേരെന്താണ്? താളവും മേളവും. താളവും ഈണവും നിറഞ്ഞ ഭാഷയാണ് നമ്മുടെ മലയാളം. കഥയിലും കടങ്കഥയിലും നിറഞ്ഞു നിൽക്കുന്ന താളവും ഈണവും നമ്മൾ കണ്ടല്ലോ. കഴിഞ്ഞ ഭാഗത്ത് കണ്ടുല്ലേ? കഥയ്ക്കും കടങ്കഥയ്ക്കും മാത്രമാണോ ഭംഗിയുള്ളത്? അല്ല അല്ലേ. ഒരു ഉത്സവ വിവരണം വായിക്കൂ. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. ഒരു ഉത്സവത്തിൻ്റെ ഉള്ള വിവരണമാണ്, എങ്ങനെയാണ് ആ ഉത്സവം ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് വായിക്കാം. അപ്പോൾ ഉത്സവത്തിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, കാനനോത്സവം. കൊയ്ത്തു കഴിഞ്ഞ വയൽ, അവിടമാകെ നക്ഷത്രത്തരി പോലെ നെന്മണികൾ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടാകും. അത് കൊത്തിപ്പെറുക്കി വയറു നിറച്ചു തിരികെ പോരുന്നതിന് മുമ്പ് നാട്ടിലൊക്കെ ഒന്ന് ചുറ്റിത്തിരിയണം. അത് കുഞ്ഞരിപ്രാവിൻ്റെ പതിവാണ്. അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞാൽ കുഞ്ഞരിപ്രാവ് എന്താണ് ചെയ്യുക? അവിടെ ഒക്കെ ഒന്ന് വയറു നിറയെ നെന്മണികളൊക്കെ കൊത്തിപ്പെറുക്കി നാട്ടിലൊക്കെ ഒന്ന് ചുറ്റിത്തിരിയൂല്ലേ. അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് അവൾ കാടരിക് LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ടത്. അവൾ അവിടേക്ക് പറന്നെത്തി. അങ്ങനെ അവൾ നെന്മണികൾ പെറുക്കുന്ന ടൈമിലാണ് എന്താണ് കാടരിക് LP സ്കൂളിൽ നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത് അല്ലേ. ഒരു ഉത്സവത്തിൻ്റെ പരിപാടിയുടെ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത്. അപ്പോൾ അവൾ അവിടേക്ക് പറന്നെത്തി. ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള മുത്തശ്ശിപ്ലാവിൻ്റെ കൊമ്പിൽ ചെന്നിരുന്നു. ചിത്രത്തിൽ മക്കൾ നോക്കിക്കോട്ടോ. ആ ഒരു കൊമ്പിൽ ചെന്നിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവൻ കാണാം. ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെൻറ്റ്. കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട്, പൂത്ത താഴ്വര പോലെ. അവിടെയാണ് കലോത്സവം. സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത്. ഇപ്പോൾ ദാ പൂത്ത താഴ്വര പോലെ, കുട്ടികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതിന് പൂത്ത താഴ്വര പോലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെയോ, സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത്. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ഒന്നാകെ കൈയടിക്കുന്നു. സന്തോഷസൂചകമായി ആർപ്പ് വിളിക്കുന്നു. പാട്ടിനു ശേഷം മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, അങ്ങനെ പലതരം പരിപാടികൾ അരങ്ങേറി. കുട്ടികളാകെ ഉല്ലാസത്തിലാണ്. കുഞ്ഞരിപ്രാവ് ആ പരിപാടികളെല്ലാം കണ്ട് രസിച്ചു. കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സായാഹ്ന സഭയുടെ സമയമായിരുന്നു. സായാഹ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകുന്നേരം അല്ലേ. വൈകുന്നേരമുള്ള സഭയുടെ സമയമായിരുന്നു എന്നാണ് പറഞ്ഞത്. കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ഉണ്ടാവുക, സഭ ചേരുക. എവിടെയാണ്? കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിൽ. കാട്ടുരാജാവായ സൂചിക്കൊമ്പൻ്റെ കൽപ്പനയനുസരിച്ച് സകലരും കൃത്യസമയത്തെത്തും. അപ്പോൾ ആരാണ് കാട്ടുരാജാവ്? സൂചിക്കൊമ്പൻ. കാട്ടുപ്രതിജ്ഞയും വാർത്ത പറയലും രാജൻ്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ പ്രകടനത്തിൻ്റെ സമയമാണ്. അപ്പോൾ കുഞ്ഞരിപ്രാവ് പതിയെ പറഞ്ഞു. അപ്പം കാട്ടുപ്രതിജ്ഞയും വാർത്ത പറയലും രാജൻ്റെ വിളംബരം ഒക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞരിപ്രാവ് പതിയെ കുഞ്ഞരിപ്രാവിൻ്റെ ഒരു അഭിപ്രായം പറയാണ്. കുഞ്ഞരിപ്രാവ് ആ പരിപാടികളൊക്കെ കണ്ടു വന്നിട്ട് ഇവിടെ നിന്ന് എന്താ പറയണത്? നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം മഹാരാജൻ. അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണെ? രാജാവ് നെറ്റി ചുളിച്ചു. പ്രാവ് എന്താ പറഞ്ഞത്? നമ്മുടെ കാട്ടിലും കലോത്സവം വേണം എന്നല്ലേ. അപ്പം രാജാവ് അതൊക്കെ വേണോ ചോദിക്കുകയാണ് അല്ലേ. ശരിയാ, അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജൻ, മുയലച്ചൻ തൊഴുകൈയോടെ പറഞ്ഞു. അപ്പോൾ മുയലച്ചൻ അഭിപ്രായം പറയാണ് അതൊക്കെ വലിയ പൊല്ലാപ്പാണ് എന്ന്. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ഇവൾ ഓരോന്നിങ്ങനെ കൊണ്ടുവരും, മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ, കരടിക്കുട്ടൻ തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ കരടിക്കുട്ടൻ എന്താ പറഞ്ഞത്? ഇതൊക്കെ കുഞ്ഞരിപ്രാവിൻ്റെ ഓരോന്നിങ്ങനെ കൊണ്ടുവരും കുഞ്ഞരിപ്രാവ്, അതൊക്കെ മനുഷ്യരുടെ ഓരോ കോമാളിത്തരങ്ങളാണ് എന്നല്ലേ. ഇപ്പോൾ സൈലൻസ്. അല്ല കുഞ്ഞരിപ്രാവേ, എന്താണ് ഈ കലോത്സവം? നീ ഒന്ന് പറ, മഹാരാജാവ് കൽപ്പിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ സംസാരിച്ച സമയത്ത് മഹാരാജാവ് സൈലൻസ് പറയാണ് അല്ലേ. സൈലൻസ് എന്ന് പറഞ്ഞാൽ മിണ്ടരുത് എന്നല്ലേ, സംസാരിക്കരുത് എന്ന് പറയാണ്. എന്നിട്ട് കുഞ്ഞരിപ്രാവിനോട് പറയാണ്, എന്താണ് ഈ കലോത്സവം? നീ ഒന്ന് പറ എന്ന്. അപ്പോൾ താൻ കണ്ട കലോത്സവത്തെപ്പറ്റി കുഞ്ഞരിപ്രാവ് വിശദമായിട്ട് പറഞ്ഞു. നമ്മുടെ കാട്ടിലെല്ലാവരും കലാവാസനയുള്ളവരാണ്. അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം രാജൻ, മന്ത്രി മൈലമ്മ വ്യക്തമാക്കി.
അപ്പോൾ മന്ത്രിയും കൂടെ നമ്മുടെ കുഞ്ഞരിപ്രാവിൻ്റെ കൂടെ ചേർന്നു അല്ലേ. പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ്. കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങി. അപ്പോൾ കുഞ്ഞരിപ്രാവിനെ മന്ത്രി പിന്താങ്ങി, മന്ത്രിയെ കുയിലമ്മ പിന്താങ്ങി അല്ലേ. ഈ ഒരു പിക്ചർ കണ്ടോ, കാടരിക് സ്കൂളിലുള്ള കുട്ടികളുടെ ഉള്ള കലോത്സവ പരിപാടിയാണ് അല്ലേ. സ്റ്റേജിൽ ഒപ്പന നടക്കുന്നുണ്ട്, പുറത്ത് കുട്ടികളെല്ലാവരും ആർത്തുല്ലസിക്കുകയാണ്. നല്ല രസമാണ് അല്ലേ. മക്കളെ സ്കൂളിൽ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമല്ലേ, എല്ലാവരും പരിപാടിക്കൊക്കെ കൂടാറില്ലേ. കാട്ടുകായികോത്സവം പോലെ ഇതും നമുക്ക് നടത്താവുന്നതാണ്, സുന്ദരിക്കാക്ക പറഞ്ഞു. കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? കുഞ്ഞിക്കുറുക്കൻ തിരക്ക് കൂട്ടി. അപ്പോൾ കുഞ്ഞിക്കുറുക്കൻ ചോദിക്കുകയാണ് എന്തെല്ലാം ഇനങ്ങളാണ് വേണ്ടതില്ലേ. തിരക്കായി ഇപ്പം എല്ലാവർക്കും. പാട്ട്, നൃത്തം, കൂവൽ, കുറുകൽ, ഓരിയിടൽ, ഫാഷൻ ഷോ, ഡിസ്കോ, മിമിക്രി. നിർദ്ദേശങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടായി. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോന്ന് നിർദ്ദേശം പറയാൻ തുടങ്ങി ഏതൊക്കെ പരിപാടികളാണ് വേണ്ടതെന്ന്. അപ്പോൾ രാജാവ് ചോദിക്കുകയാണ് എന്നാണ് കാനനോത്സവം നടത്തേണ്ടത്. രാജാവും ഉത്സാഹത്തിലായി അല്ലേ. എന്തിനാ വൈകിക്കുന്നത് മഹാരാജൻ? വരുന്ന സംഗീത ദിനത്തിലാവട്ടെ, കരുത്തൻ പരുന്ത് നിർദ്ദേശിച്ചു. കുഞ്ഞിക്കുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിക്കും. ചിന്നക്കുയിൽ കൺവീനറും. മന്ത്രി മൈലമ്മ ചുമതലകൾ പ്രഖ്യാപിച്ചു. അപ്പോൾ മന്ത്രി മൈലമ്മ ഓരോരുത്തരുടെ ചുമതലകൾ കൊടുക്കുകയാണ്, ജോലി കൊടുക്കുകയാണ്. ആർക്കും മത്സരിക്കാം, പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ നാളത്തെ സായാഹ്ന സഭയിൽ പേരു തരണം. കുഞ്ഞിക്കുരുവി ഗൗരവത്തിൽ പറഞ്ഞു. ഇന്നത്തെ സായാഹ്ന സഭയിലാണ് ഈ പരിപാടിയെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നത്. നാളത്തെ സായാഹ്ന സഭയിൽ, നാളത്തെ വൈകുന്നേരമുള്ള ഈ ഒത്തുകൂടലിൽ പേര് തരണം എന്ന് ആരാണ് കർക്കശമായിട്ട് പറയുന്നത്? കുഞ്ഞിക്കുരുവി അല്ലേ. ദാന്ന് പറഞ്ഞതുപോലെ കാനനോത്സവ ദിനമായി. പെട്ടെന്ന് തന്നെ ആ ദിനം വന്നെത്തി. കാടിൻ്റെ നാനാഭാഗത്തു നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടി. കറുകപ്പുൽ മൈതാനം കാണികളെ കൊണ്ട് നിറഞ്ഞു. പരിപാടി നടക്കുന്നത് അറിഞ്ഞിട്ട് പിന്നെ കാട്ടിൻ്റെ നാനാഭാഗത്തു നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടിയിട്ട് അവിടെ നിറഞ്ഞു അല്ലേ കാണികളെ കൊണ്ട്. സ്റ്റേജിൽ ആദ്യം നടക്കുന്നത് ഫാഷൻ ഷോ ആണ്. അപ്പോൾ സ്റ്റേജിൽ ആദ്യം നടക്കുന്ന ഫാഷൻ ഷോയ്ക്ക് പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി. തുടർന്ന് കുയിലിൻ്റെ നേതൃത്വത്തിൽ പാട്ട് മത്സരമാണെന്ന് അറിയിപ്പുണ്ടായി. നൃത്യങ്ങളിൽ പങ്കെടുക്കുന്നവർ കരുത്തൻ പരുന്തിൻ്റെ അടുത്ത് ചെന്ന് ഉടനെ നറുക്കെടുക്കണമെന്ന് മൂന്നാമതും അനൗൺസ്മെൻറ്റ് കേട്ടു. അങ്ങനെ 3 അനൗൺസ്മെൻറ്റ് ചെയ്തു അല്ലേ. മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും കൈയടിച്ച് ആർപ്പു വിളിച്ചു. രാജാവെന്ന നിലവിട്ട് ഓരോ മത്സരത്തിലും സൂചിക്കൊമ്പൻ ഒരു കൈ നോക്കി. ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും മാത്രമേ ജയിക്കാനായുള്ളൂ. രാജാവാണെന്നൊക്കെ മറന്നിട്ട് സൂചിക്കൊമ്പൻ എന്ത് ചെയ്തു? എല്ലാ മത്സരത്തിലും പങ്കെടുത്ത് നോക്കി. പക്ഷേ ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും ജയിക്കാനായിട്ടുള്ളൂ. കാനനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് സൂചിക്കൊമ്പൻ കുഞ്ഞരിപ്രാവിനെ തളിരിലമാല അണിയിച്ചുകൊണ്ട് ആദരിച്ചു. എല്ലാ കൊല്ലവും കാനനോത്സവം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂട്ടുകാരെല്ലാം ആർത്തുല്ലസിച്ചാണ് കൂട്ടിലേക്ക് പോയത്. അപ്പോൾ ഉത്സവം ഗംഭീരമായിട്ടുണ്ട് അല്ലേ. കുഞ്ഞരിപ്രാവിൻ്റെ ആ ഒരു അഭിപ്രായം എല്ലാവരും കൂടെ ഏറ്റെടുത്ത് ചെയ്തതുകൊണ്ട് തന്നെ കാടിൽ അല്ലേ കാനനോത്സവം അടിപൊളിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. ഈ പാഠഭാഗത്ത് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തത് എന്താണ്? ഇതിലെ ഏതെല്ലാം കലാപരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അപ്പം നിങ്ങൾ കണ്ട കലാപരിപാടികളാണ് എഴുതേണ്ടത്. ഞാനിവിടെ ഒരു ലിസ്റ്റ് ഇടാം, അതിൽ നിങ്ങൾ കണ്ടത് മാത്രം എടുത്തെഴുതുക. ഏതൊക്കെയാണ്? ഫാഷൻ ഷോ, മിമിക്രി, നൃത്ത മത്സരം, ഒപ്പന, തിരുവാതിര, ഓട്ട മത്സരം, മോണോ ആക്ട്, സംഘഗാനം, ലളിതഗാനം. രണ്ടാമത്തെ ചോദ്യം, സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം എഴുതാമോ? അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ഞാനൊരു ദിവസം കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് നെന്മണികളും കൊത്തിത്തിന്ന് നാട് ചുറ്റാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ കാടരിക് LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നുള്ള സ്റ്റേജിൽ നിന്ന് ഉച്ചത്തിൽ അനൗൺസ്മെൻറ്റുകൾ കേൾക്കുന്നത്. എന്താണെന്ന് നോക്കാൻ അവിടേക്ക് പോയപ്പോൾ അവിടെ കുട്ടികളുടെ കലോത്സവം നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെന്ന സമയം സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത്. ഗ്രൗണ്ടിലാകെ കുട്ടികൾ നിറഞ്ഞിരുന്നു. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ആർത്തു വിളിക്കുകയും കൈയടിക്കുകയും ചെയ്തു.
പാട്ടിന് ശേഷം മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിര അങ്ങനെ പല മത്സരങ്ങളും നടന്നു. അവിടെ ആകെ ഒരു ഉത്സവം പോലെയായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും പുതിയ ഇനങ്ങൾ നിർദ്ദേശിക്കാമോ? ഏതൊക്കെയാണ്? കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം കഴിയുന്നതാണ് അല്ലേ? കൂവൽ മത്സരം, അമറൽ മത്സരം, കുറുകൽ മത്സരം, ചിന്നംവിളി മത്സരം, വാലാട്ടിക്കിളി മത്സരം, ഓരിയിടൽ മത്സരം. മക്കൾ കൂടുതൽ അറിയെങ്കിൽ കൂട്ടിച്ചേർക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, പാഠഭാഗത്ത് ചില മത്സര ഇനങ്ങളുടെ പേരുണ്ട്. മറ്റു ചില മത്സര ഇനങ്ങൾ നാം കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? ഇവയെല്ലാം അക്ഷരമാല ക്രമത്തിൽ എഴുതി വയ്ക്കൂ. ഓരോ ഇനത്തിലും പങ്കെടുക്കേണ്ട ജീവികൾ ഏതെല്ലാം എന്നുകൂടി അതോടൊപ്പം എഴുതണേ. അമറൽ മത്സരം ആന, സിംഹം, ചീറ്റ, പുലി, കടുവ, കരടി. ഓരിയിടൽ മത്സരം കുറുക്കൻ, നായ, ചെന്നായ. കുറുകൽ മത്സരം പ്രാവ്, പരുന്ത്, തത്ത. കുരുവി, മൈന, ചെമ്പോത്ത്, മൂങ്ങ. കൂവൽ മത്സരം കുറുക്കൻ, നായ, ചെന്നായ, കുയില്. ചിന്നംവിളി മത്സരം ആന. തുള്ളൽ മത്സരം മുയൽ, കുതിര. നൃത്ത മത്സരം മയിൽ. നിറമാറൽ മത്സരം ഓന്ത്. പറക്കൽ മത്സരം പരുന്ത്, വേഴാമ്പൽ, തത്ത, കാക്ക, കഴുകൻ. പാട്ട് മത്സരം കുയിൽ, രാപ്പാടി. മൂളിപ്പാട്ട് മത്സരം വണ്ട്, കൊതുക്, ഈച്ച. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാട്ടുകലോത്സവത്തിലെ മറ്റേതെങ്കിലും ഒരു മത്സര ഇനത്തിലുള്ള നിയമാവലി തയ്യാറാക്കാമോ? അതായത് ഏതെങ്കിലും ഒരു മത്സരത്തിന് ഇന്ന കണ്ടീഷൻസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തയ്യാറാക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളിയെക്കുറിച്ച് എഴുതാം. ഞാനിവിടെ ചിറകടിക്കൽ മത്സരം. വിസിലടിക്കുമ്പോൾ ചിറകടിക്കാൻ തുടങ്ങണം. ആരാണോ കൂടുതൽ സമയം ചിറകിട്ടടിക്കുന്നത് അവരാണ് വിജയി എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ, കാട്ടിലൊരു കായികമേള നടത്തുന്നു. അതിൽ എന്തെല്ലാം ഇനങ്ങൾ ഉണ്ടാവും? എഴുതൂ. കായികമേളയാണ് കേട്ടോ. അപ്പോൾ എന്തെല്ലാം ഉണ്ടാവുക? അപ്പോൾ ഏതെല്ലാം? നടത്ത മത്സരം, ഇഴയൽ മത്സരം, ഓട്ട മത്സരം, പറക്കൽ മത്സരം, മുങ്ങൽ മത്സരം, നീന്തൽ മത്സരം, ചാട്ട മത്സരം. അതുപോലെ മക്കൾക്ക് ഇഷ്ടമുള്ള കായിക മത്സരങ്ങളുടെ പേരുകൾ എഴുതാട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഈ ഒരു കഥ മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൽ തന്നെയുള്ള ഒരു അടുത്ത ഭാഗം, നിറങ്ങളുടെ നൃത്തം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ. അപ്പോൾ മക്കൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ മക്കൾ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മക്കൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വേറെ ക്ലാസ്സൊക്കെ വേണമെങ്കിൽ വീഡിയോസ്, ഷോർട്സ് എന്നുള്ള സ്ഥലത്ത് നമ്മുടെ ചാനലിൽ പോയാൽ പ്ലേ ലിസ്റ്റ് എന്ന് കാണാൻ പറ്റും. അത് ഓപ്പൺ ആക്കിയാൽ ഏത് ക്ലാസ്സിൻ്റെ ഏത് സബ്ജക്റ്റാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഉണ്ട് കേട്ടോ. അപ്പം മക്കൾക്ക് ഏത് വേണമെങ്കിലും എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.